Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic classification of company. Especially, I discuss about new generation companies from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. There are 5 companies in the classification new generation companies. Let us discuss about these companies. First one is one person company. Second one, small company. Third one, dormant company. Fourth one, Nidhi. And finally, associate company. In new generation companies, first of all we discuss about one person company or OPC. A new category of company is introduced by the Companies Act 2013, namely one person company or OPC. OPC is a one shareholder corporate entity. കമ്പനികാര്യ നിയമം 2013 ഒരു പുതിയ തരത്തിലുള്ള കമ്പനിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അഥവാ പരിചയപ്പെടുത്തുന്നു. ആ കമ്പനിയാണ് വൺ പേഴ്സൺ കമ്പനി അഥവാ OPC എന്നറിയപ്പെടുന്നത്. OPC അഥവാ വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത് ഒരൊറ്റ ഷെയർ ഹോൾഡർ മാത്രമുള്ള ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയാണ്. ഈ OPCയുടെ പ്രത്യേകത, ഈ OPC എന്ന് പറഞ്ഞ വൺ പേഴ്സൺ കമ്പനിക്ക് ഒരു ഷെയർ ഹോൾഡർ മാത്രമേ കാണുകയുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. The term OPC may be defined as a company in which one person holds substantial number of shares and has controlling power over the company. This category will enable the sole proprietorship to convert them into one person company and to derive all benefits of incorporation under the Companies Act 2013. അപ്പോൾ കമ്പനീസ് ആക്റ്റിൽ OPC അഥവാ വൺ പേഴ്സൺ കമ്പനിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ OPC അഥവാ വൺ പേഴ്സൺ കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വ്യക്തി ആ കമ്പനിയുടെ സബ്സ്റ്റാൻഷ്യൽ നമ്പർ ഓഫ് ഷെയർസ്, ഭൂരിഭാഗം ഷെയർസും അല്ലെങ്കിൽ മുഴുവൻ ഷെയർസും ഒരു വ്യക്തിയാണ് കൈവശം വച്ചിരിക്കുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. മാത്രമല്ല ആ കമ്പനിയുടെ മേൽ പൂർണ്ണ അധികാരവും അല്ലെങ്കിൽ പൂർണ്ണ നിയന്ത്രണവും ആ വ്യക്തിക്കായിരിക്കും. അപ്പോൾ OPC അഥവാ വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തിയാൽ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കപ്പെടുന്നതും കമ്പനിയുടെ സബ്സ്റ്റാൻഷ്യൽ നമ്പർ ഓഫ് ഷെയർസ്, സിംഹഭാഗം ഷെയർസും ഒരൊറ്റ വ്യക്തി ഹോൾഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കമ്പനിയാണ് വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. വൺ ഷെയർ ഹോൾഡർ കമ്പനിയാണ് OPC എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള കമ്പനിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്, രണ്ടാമത്തെ സെൻറ്റൻസ് നമ്മൾ കണ്ടു, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ടുള്ള ചില സംരംഭങ്ങൾ വൺ പേഴ്സൺ കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ നിന്ന് വൺ പേഴ്സൺ കമ്പനിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ബിസിനസ്സുകൾക്ക് ഒരു കമ്പനിയുടേതായ അല്ലെങ്കിൽ കമ്പനിക്ക് ലഭിക്കുന്നതായിട്ടുള്ള പല പരിഗണനകളും ലഭിക്കാൻ ഇടയാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കമ്പനികാര്യ നിയമം 2013 അനുസരിച്ച് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പായിട്ടുള്ള ഒരു ബിസിനസ്സിനെ നമുക്ക് വൺ പേഴ്സൺ കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് ഒരു കമ്പനിക്ക് ലഭിക്കുന്നതായിട്ടുള്ള എല്ലാ പരിഗണനകളും എല്ലാ ആനുകൂല്യങ്ങളും ഒക്കെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് ലഭിക്കാൻ ഇടവരും. ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ നിന്ന് മാറി അതൊരു വൺ പേഴ്സൺ കമ്പനിയായി മാറിയിരിക്കുക. അപ്പോൾ എന്താണ് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഏക ഉടമസ്ഥാവകാശമുള്ള ബിസിനസ്സുകളെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരാളായിരിക്കും അതിൻ്റെ ഓണർ. ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് അയാൾ വ്യക്തിപരമായി ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട്, വരുമാന നികുതി അടയ്ക്കുന്നുണ്ട്. അതാണ് ചെയ്യുന്നത്. അതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അവിടെ ഒറ്റ ഓണറേ ഉള്ളൂ. അങ്ങനെ ഒറ്റ ഓണറുള്ള
ബിസിനസ്സുകളുണ്ട്. അതൊന്നും പക്ഷേ കമ്പനിയല്ല. കമ്പനികാര്യ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുകയോ ഫോം ചെയ്തിട്ടുള്ള കമ്പനികളല്ല, സ്ഥാപനങ്ങളല്ല ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അതൊരു തരം ബിസിനസ്സാണ്, സിംഗിൾ ഓണറായിട്ടുള്ള ബിസിനസ്സാണ്. അതിൻ്റെ ലാഭത്തിന് ആ ഓണർ ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊരു കമ്പനിയായിട്ട് ഒരിക്കലും രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഫോം ചെയ്തിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു അവസരമാണ് 1% കമ്പനിയിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് 1% കമ്പനി എന്താണെന്ന് മനസ്സിലായി കാണും. 1% കമ്പനി എന്ന് പറഞ്ഞാൽ 1 ഷെയർ ഹോൾഡർ കമ്പനി. ഒരു സിംഗിൾ പേഴ്സൺ ആ കമ്പനിയുടെ മുഴുവൻ ഷെയർസ് ഹോൾഡ് ചെയ്യുകയും ആ കമ്പനിയുടെ നിയന്ത്രണം മുഴുവൻ ആ വ്യക്തിക്കായിരിക്കും. അത്തരത്തിലുള്ള കമ്പനികളെയാണ് 1% കമ്പനി അഥവാ OPC എന്ന് പറയുന്നത്. Second type of new generation company is small company. A small company has been defined as a company other than a public company. പബ്ലിക് കമ്പനി അല്ലാത്ത ഒരു കമ്പനിയാണ് സ്മോൾ കമ്പനി എന്ന് പറഞ്ഞിരിക്കുന്നത്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് വിച്ച് ഡസ് നോട്ട് എക്സീഡ് 50 lakh INR Indian rupees or such higher amount as may be prescribed which shall not be more than 5 crore INR. ഇപ്പോൾ സ്മോൾ കമ്പനി എന്ന് പറയണമെങ്കിൽ പബ്ലിക് കമ്പനി അല്ലായിരിക്കണം. മാത്രമല്ല ചില കണ്ടീഷൻസ് കൂടി പാലിച്ചെങ്കിൽ മാത്രമേ അതിനെ സ്മോൾ കമ്പനി എന്ന് പറയാൻ പറ്റൂ. അതിൽ ഒന്നാമത്തെ കണ്ടീഷനാണ് ഒരു കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 ലക്ഷത്തിൽ കൂടുതൽ ആകാൻ പാടില്ല. ഇന്ത്യൻ മണി 50 ലക്ഷത്തിൽ കൂടുതൽ ആകാത്ത പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉള്ളൊരു കമ്പനി നമുക്ക് സ്മോൾ കമ്പനി എന്ന് വിളിക്കാം. അതല്ല എങ്കിൽ ഏതെങ്കിലും കമ്പനിക്ക് ഇത്ര രൂപയിൽ കൂടാൻ പാടില്ല എന്ന നിബന്ധനയുണ്ടെങ്കിൽ ആ നിബന്ധന പ്രകാരം ആ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 5 കോടി ഇന്ത്യൻ റുപ്പീസിൽ കൂടാനും പാടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ ഒരു കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 ലക്ഷം ഇന്ത്യൻ റുപ്പീസിൽ കൂടാൻ പാടില്ല. ഇനി അതല്ല, അതിൻ്റെ മെമ്മോറാണ്ടത്തിലോ ആർട്ടിക്കിൾസിലോ പറയുന്ന പ്രകാരം കൂടുതൽ എമൗണ്ട് ആകാമെങ്കിൽ ആ എമൗണ്ട് 5 കോടിയിൽ കൂടാനും പാടില്ല. സെക്കൻഡ് കണ്ടീഷൻ, ടേൺ ഓവർ ഓഫ് വിച്ച് ആസ് പെർ ഇറ്റ്സ് ലാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡസ് നോട്ട് എക്സീഡ് 2 crore INR or much higher amount as may be prescribed which shall not be more than 20 crore INR. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഈ കമ്പനിയുടെ ടേൺ ഓവർ അഥവാ വിറ്റുവരവ് അവസാന വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം 2 കോടിയിൽ കൂടാൻ പാടില്ല. 2 കോടിയിൽ കൂടിയാൽ അതിനെ സ്മോൾ കമ്പനി എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ 2 കോടിയോ അതിൽ താഴെയോ ആണെങ്കിൽ അതിനെ സ്മോൾ കമ്പനി എന്ന് വിളിക്കാൻ പറ്റും. ഇനി ഇവിടെയും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഈ 2 കോടിയിൽ കൂടുതൽ ടേൺ ഓവർ ആകാമെന്നുള്ളൊരു എമൗണ്ടിൻ്റെ ഒരു ഇളവ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമ്പനിക്ക് 20 കോടി ഇന്ത്യൻ റുപ്പീസിൽ കൂടാനും പാടില്ല ടേൺ ഓവർ. ഈ 2 കണ്ടീഷൻസ് പാലിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളെ സ്മോൾ കമ്പനി എന്ന് പറയാം. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് ചുരുക്കി പറയാം. സ്മോൾ കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി അല്ലാത്ത ഒരു കമ്പനിയെ സ്മോൾ കമ്പനി എന്ന് പറയാം. പിന്നീട് പറഞ്ഞിരിക്കുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. അതല്ല, ഇനി അതിൽ വലിയ എമൗണ്ട് ആണെങ്കിൽ പോലും പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 5 കോടിയിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഈ 2 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന കമ്പനിയെ സ്മോൾ കമ്പനി എന്ന് പറയാം. കൂടാതെ ഒരു കമ്പനിയുടെ ടേൺ ഓവർ വിറ്റുവരവ് എന്ന് പറയുന്നത് ലാസ്റ്റ് വർഷത്തെ വിറ്റുവരവ് എന്ന് പറയുന്നത് 2 കോടിയിൽ കൂടാൻ പാടില്ല. ഇനി അതല്ല, അതിനെക്കാട്ട് വലിയ എമൗണ്ട് ആണെങ്കിൽ 20 കോടിയിൽ കൂടാൻ പാടില്ല. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനികളെ നമുക്ക് സ്മോൾ കമ്പനി എന്ന് വിളിക്കാൻ സാധിക്കും. Third type of new generation company is dormant company. The Companies Act 2013 has recognized a new set of companies called as dormant companies. As per section 455 subsection 1, where a company is formed and registered under this act for a future project or to hold an asset or intellectual property and has no significant accounting transaction, such a company or an inactive company may make an application to the registrar
in such manner as may be prescribed for obtaining the status of a dormant company. കമ്പനികാര്യ നിയമം 2013 ഒരു പുതിയ സെറ്റ് കമ്പനികൾക്ക് അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള കമ്പനികൾക്ക് അംഗീകാരം നൽകുന്നുണ്ട്. ആ കമ്പനികളെ വിളിക്കുന്ന പേരാണ് ഡോർമന്റ് കമ്പനീസ് എന്ന് പറയുന്നത്. ഈ ഡോർമന്റ് കമ്പനികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 455 സബ്സെക്ഷൻ 1 പ്രകാരം ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റിന് വേണ്ടി, ഭാവിയിൽ നടക്കാനിടയുള്ള ഒരു സംരംഭത്തിന് വേണ്ടി ആരംഭിക്കുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്യപ്പെടുന്ന ഒരു കമ്പനി, അല്ല എങ്കിൽ ഒരു അസറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നമുക്കറിയാം, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ചില അസറ്റ്സിനെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനോ ഒരു അസറ്റ് ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികളെയാണ് ഡോർമന്റ് കമ്പനീസ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ഡോർമന്റ് കമ്പനീസിന് പ്രത്യേകിച്ച് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ കാണുകയുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇന്നാക്റ്റീവ് ആയിട്ടുള്ള, എന്നുവെച്ചാൽ പ്രവർത്തനക്ഷമമല്ലാത്ത ഒരു കമ്പനിക്ക് രജിസ്ട്രാർക്ക് അപേക്ഷ കൊടുത്തുകൊണ്ട് ഒരു ഡോർമന്റ് കമ്പനിയുടെ സ്റ്റാറ്റസ് അക്വയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡോർമന്റ് കമ്പനിയായിട്ട് മാറാവുന്നതാണ്. ഒന്നുകൂടെ തെളിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്കൊരു ഭാവിയിലൊരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി, ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ കമ്പനികാര്യ നിയമം അനുസരിച്ച് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് തുടങ്ങാനുള്ള ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. പിന്നെ ബിസിനസ് തുടങ്ങാതിരിക്കാൻ പറ്റുകയില്ല. പക്ഷേ നമ്മളൊരു ഫ്യൂച്ചർ പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ നേരത്തെ കമ്പനി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു അസറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാൻ വേണ്ടി കമ്പനി തുടങ്ങുമ്പോൾ അത്തരം കമ്പനികൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ കാണത്തില്ല. അപ്പോൾ അത്തരം കമ്പനികൾ ഇന്നാക്റ്റീവ് കമ്പനിയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഇന്നാക്റ്റീവ് ആയിട്ടിരിക്കുന്ന കമ്പനിക്ക് അതിൻ്റെ നിയമങ്ങൾ പാലിച്ചു പോകണമെങ്കിൽ, അല്ലെങ്കിൽ സാങ്കേതികമായ നിയമവശങ്ങൾ പാലിക്കപ്പെടണമെങ്കിൽ രജിസ്ട്രാർക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ഡോർമന്റ് കമ്പനിയായി മാറാവുന്നതാണ്. അപ്പോൾ ഇത്തരം ഒരു അവസരത്തെയാണ് നമ്മൾ ഡോർമന്റ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഡോർമന്റ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നടക്കാനുള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടി ആരംഭിച്ചൊരു കമ്പനി, അല്ലെങ്കിൽ ഒരു അസറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി മാത്രം ആരംഭിച്ച കമ്പനി, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ച കമ്പനി, അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഇല്ലാത്ത കമ്പനി, ഇത്തരം കമ്പനികളെയാണ് ഡോർമന്റ് കമ്പനി എന്ന് പറയുന്നത്. പക്ഷേ നിയമപരിരക്ഷ ലഭിക്കാൻ വേണ്ടി രജിസ്ട്രാറിന് മുമ്പിൽ ഈ ഡോർമന്റ് കമ്പനി സ്റ്റാറ്റസിന് വേണ്ടി, ഈ ഒരു പദവിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് ഡോർമന്റ് കമ്പനി സ്റ്റാറ്റസ് എടുത്ത് പ്രവർത്തിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള കമ്പനികളെ ഡോർമന്റ് കമ്പനി എന്ന് പറയുന്നു. Fourth type of new generation company is Nidhi. Nidhi means a company which has been incorporated with the object of cultivating the habit of thrift and savings amongst its members, receiving deposits from and lending to its members only for their mutual benefits. നിധി എന്ന് പറഞ്ഞ ഈ ടൈപ്പ് ഓഫ് കമ്പനിയെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായിട്ട് ത്രിഫ്റ്റ് അഥവാ ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ത്രിഫ്റ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം യൂസിങ് മണി ആൻഡ് അതർ റിസോഴ്സസ് കെയർഫുള്ളി ആൻഡ് നോട്ട് വേസ്റ്റ്ഫുള്ളി. അതായത് പൈസയോ അതുപോലുള്ള വിഭവങ്ങളോ ഒക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കുന്നതിന്, അല്ലെങ്കിൽ അത് വേസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന്, പാഴാക്കി കളയാതിരിക്കുകയും ചെയ്യുന്ന ഒരു ശീലത്തിനാണ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെമ്പേഴ്സിൻ്റെ ഇടയിൽ, കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ത്രിഫ്റ്റ് ആൻഡ് സേവിങ്സ് എന്ന് പറഞ്ഞ ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനിയാണ് നിധി എന്ന് പറയുന്നത്. അപ്പോൾ അംഗങ്ങളുടെ ഇടയിൽ പൈസ പാഴാക്കാതിരിക്കുന്ന, ശ്രദ്ധാപൂർവം വിനിയോഗിക്കുന്ന സമ്പാദ്യശീലം വളർത്തിയെടുക്കാൻ വേണ്ടി, കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻകോർപ്പറേറ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഫോർമേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ് നിധി എന്ന് പറയുന്നത്. അപ്പം നിധി എന്താണ്? മെമ്പേഴ്സിൻ്റെ ഇടയിൽ സമ്പാദ്യശീലവും അതേപോലെ തന്നെ പൈസ ദുർവിനിയോഗം ചെയ്യാതിരിക്കുന്നതിനുള്ളൊരു ശീലവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ് നിധി എന്ന് പറയുന്നത്. ഈ നിധി എന്ന് പറഞ്ഞ കമ്പനി ചെയ്യുന്നത്, ഇറ്റ് റിസീവ്സ് ഡെപ്പോസിറ്റ്സ് ഫ്രം ആൻഡ് ലെൻഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി ഫോർ ദെയർ മ്യൂച്വൽ ബെനിഫിറ്റ്സ്. ആ നിധി എന്ന് പറഞ്ഞ കമ്പനിയിലെ
മെമ്പേഴ്സിന് അംഗങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. അതേപോലെ തന്നെ മെമ്പേഴ്സിന് ആവശ്യമെങ്കിൽ പണം കടം കൊടുക്കുകയും ചെയ്യുന്നു. രണ്ട് കൂട്ടരുടെയും പരസ്പരമായിട്ടുള്ള മ്യൂച്വൽ ബെനിഫിറ്റ്സിന് വേണ്ടി രണ്ട് കൂട്ടർക്കും നേട്ടം ഉണ്ടാകാത്ത രീതിയിൽ പൈസ നിക്ഷേപമായിട്ട് സ്വീകരിക്കുകയും അതേപോലെ പൈസ ആവശ്യമുള്ളപ്പോൾ കടം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കമ്പനി ആണ് നിധി എന്ന് പറയുന്നത്. Fifth type of new generation company is associate company. As per section 2 subsection 6, associate company in relation to another company means a company in which that other company has a significant influence but which is not a subsidiary company of the company having such influence and includes a joint venture company. Explanation to section 2 subsection 6 provides that significant influence means control of at least 20% of total share capital or of business decisions under an agreement. ഇവിടെ അസോസിയേറ്റ് കമ്പനിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ 20% കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കമ്പനിയുടെ ബിസിനസ് ഡിസിഷൻസിൻ്റെ കൺട്രോൾ ഉള്ള ഒരവസ്ഥയാണ് സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പം നമുക്കൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ കമ്പനിയുടെ 20% ഷെയർ ക്യാപിറ്റലിനെ കൺട്രോൾ ചെയ്യുന്നത് മറ്റൊരു അതർ കമ്പനിയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഡിസിഷൻ ഓരോ എഗ്രിമെൻറ്റിലുള്ള ബിസിനസ് ഡിസിഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ആ അതർ കമ്പനി അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ മറ്റൊരു കമ്പനിക്ക് അതർ കമ്പനിക്ക് നമ്മുടെ കമ്പനിയുടെ മേൽ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയും. ഇത്തരത്തിൽ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് നമ്മുടെ കമ്പനിയുടെ മുമ്പിൽ ഉണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനിയെ അസോസിയേറ്റ് കമ്പനി എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരു കമ്പനിക്ക് അല്ലെങ്കിൽ അതർ കമ്പനിക്ക് നമ്മുടെ കമ്പനിയുടെ മേൽ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയെ അസോസിയേറ്റ് കമ്പനി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ആ ഡെഫിനിഷനിലേക്ക് ഒന്നുകൂടെ പോകുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അതായത് ഒരു അതർ കമ്പനി മറ്റൊരു കമ്പനി നമ്മുടെ കമ്പനിയുടെ മേൽ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയും അതേപോലെ തന്നെ നമ്മുടെ കമ്പനി ആ കൺട്രോളിങ് കമ്പനിയുടെ അതർ കമ്പനിയുടെ സബ്സിഡറി കമ്പനി അല്ല. ഈ രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയെ അസോസിയേറ്റ് കമ്പനി എന്നാണ് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു കമ്പനിക്ക് നമ്മുടെ കമ്പനിയുടെ മേൽ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ എന്നാൽ നമ്മുടെ കമ്പനി ആ കമ്പനിയുടെ സബ്സിഡറി അല്ല എങ്കിൽ നമ്മുടെ കമ്പനിയെ വിളിക്കുന്ന പേരാണ് അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഇതിൽ ജോയിൻറ്റ് വെഞ്ചർ കമ്പനീസൊക്കെ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന അസോസിയേറ്റ് കമ്പനീസിൽ ഉൾപ്പെടുന്നതാണ്. ജോയിൻറ്റ് വെഞ്ചർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സംരംഭം രണ്ട് കമ്പനികൾ ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ആ ജോയിൻറ്റ് വെഞ്ചേഴ്സിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് മറ്റു കമ്പനിയുടെ മേൽ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് കാണും. ആ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഏത് കമ്പനിയാണോ ചെലുത്തുന്നത് ആ കമ്പനിയെ കൺട്രോളിങ് കമ്പനി എന്നും ആ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ബാധിക്കുന്ന കമ്പനി ആ കമ്പനിയെ അസോസിയേറ്റ് കമ്പനി എന്നും പറയുന്നു. Assignment questions for you. Number 1, define one-person company or OPC. Number 2, what is a small company? Number 3, what is a dormant company? Number 4, what is an associate company? And number 5, what is Nidhi? I hope all of you understood the classification new generation companies quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.